നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ്. നമ്മൾ ചുറ്റും കാണുന്ന അധികം സംസാരിക്കാത്ത ശാന്തരായ ചില ആളുകളില്ലേ? ഒരു കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്നവരെപ്പോലെ അവർക്ക് തോന്നിയേക്കാം. അവരെക്കുറിച്ച് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു മഹാസമുദ്രം പോലെ അറിവും ശക്തിയും ആഴത്തിലുള്ള ചിന്തകളും ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് കുറഞ്ഞ സംസാരമുള്ളവരെക്കുറിച്ചാണ്. എന്തുകൊണ്ട് അവർ കൂടുതൽ ശക്തരാണ്? എന്താണ് അവരുടെ രഹസ്യം? ആദ്യം തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള പൊതുവായ ചില തെറ്റിദ്ധാരണകൾ നമുക്ക് തിരുത്താം. ഒരു വ്യക്തി കുറവ് സംസാരിക്കുമ്പോൾ സമൂഹം പലപ്പോഴും അവരെ ലജ്ജാശീലർ, ഭീരുക്കൾ അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലാത്തവർ എന്നൊക്കെ മുദ്രകുത്തുന്നു. അവർക്ക് ഒരു താൽപ്പര്യമില്ല, അഹങ്കാരിയാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊക്കെയാണ് പലരും പറയാറ്. എന്നാൽ മിക്കപ്പോഴും ഇത് യാഥാർത്ഥ്യമല്ല. സ്റ്റീവ് ജോബ്സ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, എബ്രഹാം ലിങ്കൺ എന്നിവരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമയം ഏകാന്തമായി ചിന്തിച്ചവരാണ്. അവർ സംസാരിച്ച വാക്കുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പോൾ സംസാരം കുറഞ്ഞവർ ആത്മവിശ്വാസമില്ലാത്തവരല്ല, മറിച്ച് അവർ ഒരു കാര്യത്തിന് പ്രതികരിക്കുന്നതിന് മുൻപ് ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്. ഇനി അവരുടെ ആദ്യത്തെ പ്രധാന ഗുണത്തിലേക്ക് വരാം. അവർ മികച്ച കേൾവിക്കാരാണ്. സംസാരിക്കുന്നത് ആശയവിനിമയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥ ആശയവിനിമയം നടക്കുന്നത് കേൾക്കുന്നതിലൂടെയാണ്. ഒരു സംഭാഷണത്തിൽ 70% കേൾക്കുകയും 30% സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദമായ രീതി എന്ന് ശാസ്ത്രം പറയുന്നു. ഒരു സാധാരണ സംഭാഷണത്തിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്തയാൾ അയാൾക്ക് മറുപടി പറയാനുള്ള വാക്കുകൾ മനസ്സിൽ ഒരുക്കുകയായിരിക്കും. എന്നാൽ കുറവ് സംസാരിക്കുന്നവർ ഈ സമയം പൂർണ്ണമായും മറ്റേയാളെ കേൾക്കാൻ ഉപയോഗിക്കുന്നു. ഇത് അവർക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു, ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. മറ്റൊരാൾക്ക് ഏറ്റവും ആവശ്യമായത് കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നതാണ്. ഈ ഗുണം അവരെ മികച്ച സുഹൃത്തുക്കളും നേതാക്കളും ഉപദേശകരുമാക്കി മാറ്റുന്നു. കുറവ് സംസാരിക്കുന്നവരുടെ മനസ്സ് ഒരു വലിയ ലൈബ്രറി പോലെയാണ്. അവർ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ ചിന്തകൾ ഉപരിപ്ലവമല്ല, മറിച്ച് ആഴത്തിലുള്ളതാണ്. ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് മുൻപ് അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അവർ ആലോചിക്കുന്നു. ഈ ആലോചനകൾ പലപ്പോഴും പുതിയ ആശയങ്ങളിലേക്കും പ്രശ്നപരിഹാരങ്ങളിലേക്കും നയിക്കുന്നു. എന്തുകൊണ്ടാണ് ലോകത്തിലെ പല കണ്ടുപിടുത്തങ്ങളും കലാസൃഷ്ടികളും തത്വചിന്തകളും ഏകാന്തമായി ചിന്തിക്കുന്നവരിൽ നിന്നുണ്ടായത്? കാരണം സംസാരത്തിന്റെ ശബ്ദകോശത്തിൽ നിന്ന് അകന്ന് മനസ്സ് കൂടുതൽ വ്യക്തമായി ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇത് അവരുടെ ജീവിതത്തിലും ജോലിയിലും വലിയ വിജയങ്ങൾ നേടാൻ സഹായിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നവർ തങ്ങളുടെ ശ്രദ്ധ സംസാരത്തിൽ മാത്രം ഒതുക്കുമ്പോൾ കുറവ് സംസാരിക്കുന്നവർ ചുറ്റുമുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഒരു മുറിയിൽ നടക്കുന്ന സംഭാഷണങ്ങളിൽ ആരുടെ വാക്കുകളെയാണ് ശ്രദ്ധിക്കുന്നത്, ആരുടെ മുഖത്താണ് സത്യസന്ധത, ആരിലാണ് നിരാശ എന്നെല്ലാം അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. വാക്കുകൾക്കപ്പുറമുള്ള ഈ ലോകം അവർക്ക് കൂടുതൽ വ്യക്തമാണ്. ഈ നിരീക്ഷണശേഷി കാരണം അവർക്ക് ആളുകളെയും സാഹചര്യങ്ങളെയും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു പുതിയ തൊഴിൽ സാഹചര്യത്തിലോ വ്യക്തിപരമായ ബന്ധങ്ങളിലോ ഇത് അവർക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. ആളുകളെ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു വലിയ ശക്തിയാണ്. നമ്മുടെ ലോകം ഇന്ന് വളരെ ശബ്ദമുഖരിതമാണ്. സോഷ്യൽ മീഡിയ, നോട്ടിഫിക്കേഷൻസ്, മീറ്റിംഗുകൾ ഇവയെല്ലാം നമ്മുടെ ശ്രദ്ധയെ കവർന്നെടുക്കുന്നു. എന്നാൽ കുറവ് സംസാരിക്കുന്നവർക്ക് ഒരു കാര്യത്തിൽ അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. അവർ ചെയ്യുന്ന ജോലികളിൽ, ഒരു ഹോബിയിൽ, പഠനത്തിൽ, എല്ലായിടത്തും അവരുടെ ഏകാഗ്രത വളരെ കൂടുതലായിരിക്കും. ഇത് ഉയർന്ന നിലവാരമുള്ള ഫലങ്ങൾ നേടാൻ അവരെ സഹായിക്കുന്നു. ഒരു പ്രോജക്റ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ, ഒരു പുതിയ ഭാഷ പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് നേടാൻ ഈ ഏകാഗ്രത വളരെ പ്രധാനമാണ്. അവർ ശബ്ദത്തെക്കാൾ പ്രവൃത്തിക്ക് പ്രാധാന്യം നൽകുന്നു. ഒരുപാട് സംസാരിക്കുന്നവരുടെ വാക്കുകൾക്ക് ചിലപ്പോൾ മൂല്യം കുറഞ്ഞേക്കാം. എന്നാൽ കുറഞ്ഞ സംസാരമുള്ളവർ സംസാരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു. കാരണം അവരുടെ ഓരോ വാക്കും ആഴത്തിലുള്ള ചിന്തയുടെയും നിരീക്ഷണത്തിന്റെയും ഫലമാണ്. അവർ എന്തെങ്കിലും പറയുമ്പോൾ അതിന് ഒരു കാരണമുണ്ടാകും, ഒരു ലക്ഷ്യമുണ്ടാകും. ഈ വാക്കുകളുടെ മൂല്യം കാരണം അവരുടെ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വലിയ പ്രാധാന്യം ലഭിക്കുന്നു. ആളുകൾ അവരെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു നേതാവിന്റെ സ്ഥാനത്ത്, ഒരു ഉപദേശകന്റെ സ്ഥാനത്ത് അവർ വളരെ തിളങ്ങുന്നു. അവർക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവ് കൂടുതലായിരിക്കും. ഒരു കൂട്ടായ്മയിൽ ആണെങ്കിൽ പോലും അവർക്ക് സ്വന്തമായ നിലപാടുകൾ ഉണ്ടാകും.
ബാഹ്യമായ സ്വാധീനങ്ങൾക്ക് എളുപ്പത്തിൽ വഴങ്ങാതെ സ്വന്തം യുക്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, കുറഞ്ഞ സംസാരമെന്നത് ഒരു കുറവല്ല, മറിച്ച് അതൊരു ശക്തിയാണ്. നിങ്ങൾ ഒരു മിതഭാഷിയാണെങ്കിൽ നിങ്ങളുടെ ഈ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ കൂടുതൽ ശക്തിപ്പെടുത്തുക. നിങ്ങളുടെ മൗനത്തെ നിങ്ങളുടെ ആയുധമാക്കുക. നിങ്ങൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവരെ തെറ്റിദ്ധരിക്കാതെ അവരുടെ ഈ പ്രത്യേകതകളെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഈ ലോകം സംസാരിക്കുന്നവരുടെ മാത്രമല്ല, ശാന്തമായി ചിന്തിക്കുന്നവരുടെയും കൂടിയാണ്. അവരുടെ സംഭാവനകൾ ഒരുപക്ഷേ ശബ്ദമില്ലാതെയായിരിക്കാം, പക്ഷേ അത് വളരെ വലുതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.